അതുതന്നെയാണ് ലിബീഷ് എല്ലാവർക്കും പറയാനുള്ളത്. ഇപ്പോൾ പോലീസ് ഗതാഗതം നിയന്ത്രിക്കുകയാണ്. കാരണം അർജുൻ എത്താൻ പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കൽപ്പറ്റ MLA ടി സിദ്ദിഖ് അദ്ദേഹം ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അദ്ദേഹം നേരത്തെ വയനാട്ടിൽ ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് സിദ്ദിഖ്. എങ്ങനെയാണ് അർജുനെ ഓർമ്മിക്കുന്നത്? അർജുനെ അവസാനമായി യാത്ര അയക്കാൻ അർജുൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അർജുനെ അറിയാത്തവരും മരണത്തിന് ശേഷം അറിഞ്ഞവരായിരിക്കുന്ന ആളുകളാണ് ഇതിലേറിയ പങ്കും. പല ഭാഗത്ത് നിന്ന് നമ്മുടെ നാടിൻ്റെ പല ഭാഗത്ത് നിന്ന് കടന്നു വന്ന അർജുനെ അറിയാത്തവരും മരണശേഷം അറിഞ്ഞവരുമായിട്ടുള്ള ആളുകളാണ് ഏറിയ പങ്കും. അർജുൻ്റെ സുഹൃത്തുക്കൾ, അർജുൻ്റെ കുടുംബങ്ങൾ എല്ലാവരും ഈ നാട് ഒരുമിച്ച് അർജുന അന്ത്യയാത്ര ഒരുക്കാൻ വേണ്ടി വൈകാരികമായി യാത്ര അയക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത്രയും കാത്തു നിന്ന ഒരു വികാരപരമായ യാത്രയപ്പ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല, രാജ്യത്തുണ്ടായിട്ടുണ്ടാവില്ല. അത്രയും വൈകാരികമായി ജനം ഏറ്റെടുത്തതാണ് ഇത്. ഈ തലത്തിൽ അവസാനമായി ഒന്ന് കുടുംബത്തിന് ഒന്ന് മനസ്സ് നിറഞ്ഞ് ഒന്ന് കരഞ്ഞുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് യാത്രയാക്കാൻ അവസാനമെങ്കിലും അർജുൻ്റെ ബോഡി കിട്ടി എന്നുള്ളത് ചെറിയ ആശ്വാസമൊന്നുമല്ല കുടുംബത്തിനുണ്ടായത്, പൊതുസമൂഹത്തിനുണ്ടായി. ഞങ്ങൾ പലതവണ വീട്ടിൽ നേരത്തെ വന്നിട്ടുള്ള ആളുകൾ തീർച്ചയായും ഈ ദിവസം നമ്മുടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനം വരെ കുടുംബത്തിൻ്റെ ആശ്വാസത്തിൻ്റെ നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു വലിയ പാഠം നമുക്കിത് നൽകുന്നുണ്ട്. ഒരു ബോഡിയാണെങ്കിലും ആ ബോഡി ആ കുടുംബത്തിന് വിലപ്പെട്ടതാണ്. ഒരു ബോഡിയാണെങ്കിലും ആ ഒരു പൊതുസമൂഹത്തിന് വിലപ്പെട്ടതാണ്. അത് എത്തിച്ചു കൊടുക്കാൻ എന്താണോ ചെയ്യേണ്ടത് അവസാനം വരെ ആ ദൗത്യ നിർവഹണത്തിൽ വ്യാപൃതരാകുക എന്നുള്ള വലിയ ഗുണപാഠം ഒരുപക്ഷെ അർജുൻ്റെ ബോഡി കിട്ടിയതിലുള്ള ആശ്വാസം നമുക്കെല്ലാവർക്കുമുണ്ട്. കിട്ടാതിരുന്നെങ്കിൽ ഈ ആളുകൾ മുഴുവൻ അവരുടെ മനസ്സിലുള്ള വേദന കടിച്ചമർത്തി നിൽക്കുമായിരുന്നു. ഞാനിത് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ കൂടെയാണ്. തീർച്ചയായും ആ ഉത്തരവാദിത്തം നിർവഹണത്തിൽ വലിയ ആശ്വാസമുണ്ട്. ആ ആശ്വാസം അർജുൻ്റെ കുടുംബത്തിന് നൽകുന്നതായ ആശ്വാസം ചെറുതല്ല. അർജുൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും സംസാരം നമ്മൾ ഇന്നലെ കേട്ടതാണ്. അവസാനമൊന്ന് യാത്രയയക്കാൻ കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസം. അത് നൽകുന്നത് ചെറിയൊരു ആശ്വാസമല്ല. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. രാഷ്ട്രീയത്തിനും അപ്പുറം എവിടെ വൈഷമ്യമുണ്ടോ ആ വൈഷമ്യമുള്ളതായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ ചേർന്ന് നിൽക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകത നമ്മൾ ഇവിടെയും കണ്ടു. കർണാടക സർക്കാരിൽ ആവശ്യമുള്ള സമ്മർദ്ദം ചെലുത്താൻ, അതിൻ്റെ ഏകോപനം നടത്താൻ, അതിൽ ഉള്ളതായിരിക്കുന്ന രാഷ്ട്രീയ ബന്ധം മുഴുവൻ ഉപയോഗിക്കാൻ, ദേശീയ തലത്തിലുള്ളതായിരിക്കുന്ന സമ്മർദ്ദം കൊടുക്കാൻ എല്ലാ രീതിയിലുള്ളതായിരിക്കുന്ന ശ്രമങ്ങൾ നടന്നു. ആ ശ്രമം മുഴുവൻ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഞാൻ 2-3 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ഒന്ന്, അവിടെയുള്ള ലോക്കൽ MLA അദ്ദേഹം ഇതിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പല സമയത്ത് ബന്ധപ്പെട്ടതായിരിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം എടുത്തതായിരിക്കുന്ന ഒരു സ്ട്രെയിൻ ഇത്രയും ദിവസം ബോഡിക്ക് വേണ്ടി ബോഡി ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ കിടക്കുമ്പോൾ പുറത്ത് മനാഫിനൊപ്പം കുടുംബത്തിൻ്റെ പ്രാർത്ഥനകൾക്കൊപ്പം അത് കിട്ടാൻ പ്രാർത്ഥനയോടുകൂടി ഇരുന്നതായിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. ഒരുപക്ഷെ കേരളത്തിലെ 141ാമത്തെ MLA, കേരളത്തിൻ്റെ MLA എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു വലിയതായ ഉത്തരവാദിത്ത നിർവഹണത്തിന് നേതൃത്വം കൊടുത്തയാളാണ്. 2, ഇതിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നല്ല രീതിയിലുള്ള സമ്മർദ്ദവും ഏകോപനവും. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം, ഏകോപന പ്രവർത്തനങ്ങൾ, ചുമതല നിർവഹിക്കുന്നതിലുള്ള നിർവഹണങ്ങൾ നിർവഹിക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ചു. വ്യക്തിപരമായി കഴിഞ്ഞ ദിവസവും അദ്ദേഹം വയനാട്ടിൽ വന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ ചോദിക്കുന്നത് നേരിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. എല്ലാവരുടെ MK രാഘവൻ MP ഉൾപ്പെടെ എല്ലാവരുടെ AKM അഷ്റഫ് ഉൾപ്പെടെ എല്ലാവരുടെയും വലിയ പങ്കാളിത്തം, എല്ലാവരോടും ആശ്വാസം പങ്കുവെക്കുകയാണ് മലയാളികളായ മുഴുവൻ ആളുകളും. ഈ സമയം ഞങ്ങൾക്ക് എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അർജുൻ്റെ ബോഡി കണ്ടെടുത്തപ്പോൾ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആശ്വാസം വയനാട്ടിലെ മുണ്ടകയിലെ ചൂരൽമലയിലെ ജനം
ഇപ്പോഴും കിട്ടാത്തതായിട്ടുള്ള ബോഡിയുമായി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. ഈ സമാനമായിട്ടുള്ള ഉത്തരവാദിത്ത ദൗത്യ നിർവഹണം അവിടെയും ഉണ്ടാകണം എന്നതാണ് ഞങ്ങളുടെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. അർജുൻ്റെ കുടുംബത്തിൽ എന്തായാലും അർജുൻ്റെ മൃതദേഹം കണ്ടെത്താനായത് വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ 70